ദിവസം അലീന സ്റ്റാലിയോട് പറയും, പപ്പ എനിക്ക് ആഞ്ചലിലൊന്ന് പോകണം. ആഞ്ചലിലോ? അവിടെ എന്തിനു പോകണം? സ്റ്റാലി നെറ്റിച്ചുളുക്കി. അത് പിന്നെ പപ്പ, അവിടെ ഒരു കുടുംബമുണ്ടല്ലോ, പപ്പയുടെ ഭാര്യയും മക്കളും. അതിന് അതിന് നീ ഇപ്പൊ എന്തിനാ അവിടേക്ക് പോകുന്നേ എന്ന് സ്റ്റാലി ചോദിക്കുമ്പോ അലീന പറയും, എനിക്ക് അവരെ ഒന്ന് കാണണം. എന്തിന്? നീ എന്തിനാ അവരെ കാണുന്നേ? നീ ഇവിടെ വന്നതറിഞ്ഞ് ഒരു ദിവസം അവരെല്ലാം ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി പോയതല്ലേ? അതൊന്നും പോരാഞ്ഞിട്ടാണോ നീ ഇപ്പൊ എന്റെ ഭാര്യയും മക്കളെയും കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നേ? ദേ നോക്കലീന, നിനക്ക് അവരുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. എന്റെ ഭാര്യ എൽസമ്മയുടെ ആങ്ങളമാരുണ്ടല്ലോ, അവരൊക്കെ തല്ലാനും കൊല്ലാനും വരെ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരിക്കലും അങ്ങോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്ലീസ് പപ്പ, എനിക്ക് അവിടെ 2 ദിവസം താമസിച്ചാ മതി. അവരെന്നെ ഒന്നും ചെയ്യില്ല. അവരെങ്ങനെയാ അവിടെ ജീവിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? എനിക്കിവിടെ കിട്ടുന്നതിനേക്കാൾ സുഖ സൗകര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ? അവർക്ക് പപ്പ ഒരുപാട് പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. എനിക്കും അത് കിട്ടണം. എന്റെ ഈ സൗകര്യങ്ങൾ അത്രയും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം അധികപ്പറ്റായി പോയില്ല പപ്പ. എന്റെ സഹോദരങ്ങൾക്ക് കിട്ടാത്തതൊന്നും എനിക്കും വേണ്ട എന്ന് അലീന അവിടെ തുറന്നു പറയുന്നുണ്ട്. ദേ അലീന, എനിക്കിങ്ങനെ തലവേദന ഉണ്ടാക്കി വെക്കാനാണോ നിന്റെ പുറപ്പാട്? ഒന്ന് കഴിയുമ്പോ അടുത്തത്. സ്വസ്ഥത തരില്ല നീ. അപ്പോൾ അലീന പറയും, ഇങ്ങനെ കള്ളു കുടിച്ച് പട്ടിയം തടവി ചാരു കസേലയിൽ സുഖിച്ച് കിടക്കാനുള്ളതല്ല പപ്പ മനുഷ്യ ജീവിതം. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കണം. അലീന, ഈ കാര്യത്തിൽ നീ എന്റെ അടുത്ത് എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല. ഞാൻ നിന്നെ അവിടേക്ക് അയക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ പോകാൻ നോക്ക്. എന്റെ കുടുംബജീവിതം വീണ്ടും തുന്നിക്കെട്ടി കൂട്ടി യോജിപ്പിക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. എന്നെ മാറ്റിയെടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. ശാലി എടുത്തടിച്ച പോലെ അലീനയോട് പറഞ്ഞു. അപ്പോൾ അലീന പറയും, പപ്പയ്ക്ക് മാറാൻ പറ്റില്ലെന്നൊന്നും പാപ്പ പറയണ്ട. പാപ്പയ്ക്ക് മാറാൻ പറ്റും. കാരണം പപ്പ ഇപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഞാനിവിടെ വന്നപ്പോഴൊക്കെ പാപ്പ ഫുള്ള് ഗൗരവത്തിലായിരുന്നു. പിന്നെ പാപ്പയുടെ കുറെ ചിട്ടകളും ഇപ്പൊ അതൊക്കെ ഞാൻ മാറ്റിയെടുത്തില്ലേ. പപ്പയുടെ ഉള്ളിൽ നന്മയും സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ പപ്പയ്ക്ക് മാറാൻ പറ്റിയത്. ഇനിയും പപ്പയ്ക്ക് മാറാൻ പറ്റും എന്ന് അലീന പറയുമ്പോ ശാലി പറയും, എനിക്കിപ്പോ ഈ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ഓർത്ത് മാത്രാണ്, നീ എന്റെ മകളായതുകൊണ്ട്. അപ്പോൾ അലീന ചോദിക്കും, പപ്പ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ പപ്പയെ സ്നേഹിക്കാതെ ഇവിടെ വന്ന് വലിയ അഹങ്കാരം കാണിച്ചിരുന്നെങ്കിലോ? പപ്പയോട് ഒട്ടും ബഹുമാനം കാണിക്കാതെ എനിക്ക് തോന്നിയ പോലെ പെരുമാറിയിട്ടുണ്ടെങ്കിലോ? പപ്പ ഗേറ്റിന് വെളിയിലേക്ക് കൈ ചൂണ്ടി കടക്ക് പുറത്ത്, ഇങ്ങനെ ഒരു മകളെ എനിക്ക് വേണ്ട, എവിടെങ്കിലും പോയിക്കോ, മേലിൽ ഇനി ഈ വീട്ടിലേക്ക് കാല് കുത്തരുത് എന്നാവിലെ പപ്പ എന്നോട് പറയുക എന്നവള് ചോദിക്കുമ്പോ ശാലി മൗനായിരിക്കും. എന്താ പപ്പ, പപ്പ എന്താ ഒന്നും മിണ്ടാത്തെ എന്ന് ചോദിച്ച് കുനിഞ്ഞിരിക്കുന്ന ശാലിയുടെ മുഖത്തേക്ക് അവള് നോക്കി. പപ്പ ഒരു കള്ളച്ചിരി ചിരിക്കുന്നത് അവള് കണ്ടു. പപ്പ പപ്പ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. പപ്പയുടെ മക്കളെയും ഭാര്യയെയും പപ്പ സ്നേഹിക്കണം. അവരുടെ മനസ്സിലുണ്ടാകും നന്മയുടെ ഒരു അംശം. അവരിപ്പോ പപ്പയോടി കാണിക്കുന്ന ദേഷ്യമൊക്കെ അവരെ പലരും തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ അതെല്ലാം മാറ്റിയെടുക്കണം പപ്പ. ഇപ്പൊ എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാ മതി എന്നലീന പറയുമ്പോ ശാലി ചോദിക്കും, 2 ദിവസത്തിനകം അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അത് പപ്പ 2 ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും കാണണം, പരിചയപ്പെടാം, ചുറ്റുപാടുകൾ മനസ്സിലാക്കാം. എന്നിട്ടോ എന്ന് ശാലി ചോദിക്കുമ്പോ അലീന പറയും, പരിചയപ്പെട്ട് കഴിഞ്ഞ പിന്നെ വീണ്ടും പോകാലോ. ഞാൻ അവരുടെ ശത്രുവല്ലെന്ന് ഒരാൾക്കെങ്കിലും എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും പപ്പ. ഹാ, അതൊക്കെ ശരി തന്നെ അലീന. പക്ഷെ നീ കരുതുന്ന പോലെയല്ല. അവിടെ എലിസമ്മയുടെ സഹോദരി റീത്തമ്മയും അവളുടെ ആങ്ങളമാരും എന്ത് ചെയ്യാനും മടിയില്ലാത്ത കൂട്ടങ്ങളാണ്. അവര് നിന്നെ വല്ലതും ചെയ്താ പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന് പപ്പ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നേ, എന്റെ കൂടെ വല്യപ്പച്ചനും വരുന്നുണ്ട്. ശരി എന്നാ, ഞാൻ നിന്നോട് വീണ്ടും പറയണ അലീന, അവിടെ പോയിട്ട് അവരുടെ സ്നേഹം നിനക്ക് പിടിച്ചു പറ്റാമെന്ന് നീ കരുതേണ്ട. അത്രയ്ക്ക് അകന്നു പോയതാ ഞാൻ എൽസമ്മയും. അവളോട് എനിക്ക് ഒരു തരിമ്പ് പോലും സ്നേഹമില്ല. അതുപോലെ തന്നെയാ അവൾക്ക് എന്നോടും. പിന്നെ സ്വത്തിന് വേണ്ടിയാ അവരിപ്പോ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എന്റെ അടുത്തൊന്ന് വന്നു പോകുന്നത്. എന്തായാലും നാളെ രാവിലെ നിന്നെ അപ്പച്ചനെയും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. പോകാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സ്റ്റാലി അങ്ങ് പോകും. അങ്ങനെ അടുത്ത ദിവസം ഒരു വൈകുന്നേരക്കാകുമ്പോ സ്റ്റാലിയും അലീനയും വല്യപ്പച്ചനും കൂടി സ്റ്റാലിയുടെ ഭാര്യയായിട്ടുള്ള എൽസമ്മയുടെ വീട്ടിലെത്തും. അന്നേരം അവിടെ റീത്തമ്മയും സ്റ്റാലിയുടെ മക്കൾ ടാനിയമോളും ടെൽസമോളും ടോജോമോനൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അവരെ സ്റ്റാലി ഗേറ്റിന്റെ അവിടെ ഇറക്കി വിട്ട ശേഷം അവരങ്ങ് അകത്തേക്ക് കയറി പോകും. അന്നേരം എൽസമ്മയുടെ സഹോദരി റീത്തമ്മ ദേഷ്യത്തോടു കൂടി അവിടെ നിൽപ്പുണ്ടാകും.
എവിടെടി റീതാമ്മേ, എൽസമ്മ എന്ന് ഔദക്കുട്ടിച്ചാൻ ചോദിക്കുമ്പോ എൽസമ്മ പറയും, അവൾ ഇവിടെ ഇല്ല, പള്ളിയിൽ പോയതാ. എവിടെ? കൊട്ടാരക്കര. എപ്പോ വരും? സന്ധ്യയാകും എന്ന് പറഞ്ഞ് റീതാമങ്ങ് അകത്തേക്ക് പോകും. അപ്പൊ ഔദക്കുട്ടിച്ചായൻ അലീനോട് പറയും, മോളെ, ഇത് എൽസമ്മയുടെ സഹോദരി റീതാമ്മയാണ്, ശാലിയുടെ ഭാര്യയുടെ സഹോദരി. കൂടെയുള്ളത് ശാലിയുടെ മോളാണ്. അങ്ങനെ അവർ അകത്തേക്ക് പോകും. അന്നേരം റീതാമ്മ തന്റെ ആങ്ങളമാരെ എല്ലാരും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പിഴച്ചവളുണ്ടല്ലോ അലീന, അവൾ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം എന്ന് റീതാമ്മ പറയുമ്പോ അവരവിടെ നിന്ന് അപ്പൊ തന്നെ പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ടെൽസ മോള് സ്കൂള് വിട്ട് വരുമ്പോ അലീനെ കാണും. ടെൽസ് ചോദിക്കും, ചേച്ചി എപ്പോഴാ വന്നേ? കയ്യിൽ എന്താ എന്ന് ടെൽസ മോള് ചോദിക്കുമ്പോ അലീന പറയുന്നുണ്ട്, കൈനകത്തൊരു സാധനം ഉണ്ട്, നിനക്ക് വേണ്ടിയുള്ളതാ. ആണോ ചേച്ചി, എന്നാൽ എനിക്കത് താ എന്നവള് പറയുമ്പോ അലീന ചെറുതായിട്ടൊന്ന് അവളെ കളിപ്പിക്കും. അന്നേരം അങ്ങോട്ട് സ്റ്റാലിയുടെ മൂത്ത മകളായിട്ടുള്ള ടാനിയ വരുന്നുണ്ട്. ടെൽസമോൾക്ക് കുറച്ച് മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ട് അവൾക്കറിയില്ല ഇവർക്കെല്ലാം അലീന ചേച്ചിയോട് ദേഷ്യാണുള്ളതെന്ന്. അങ്ങനെ ടെൽസ ടാനിയോട് പറയും, നോക്ക് ചേച്ചി, ഈ ചേച്ചി എനിക്ക് കയ്യിലുള്ള സാധനം തരുന്നില്ല, ഇത് ചേച്ചി തന്നെ എനിക്കൊന്ന് വാങ്ങി തരുമോ എന്ന് ടെൽസ ചോദിക്കുമ്പോ ടാനി അവളെ വഴക്ക് പറയും, അടങ്ങിയിരുന്നോളണം, അവള് തരുന്നൊന്നും വാങ്ങാൻ നിക്കണ്ട. മമ്മി ആന്റിയും കണ്ട നിനക്ക് വഴക്ക് കിട്ടും. ഇവളാരാന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാ, നമ്മുടെ മമ്മിയുടെ ജീവിതം തകർക്കാൻ വന്നവളാ, നീ അകത്തേക്ക് പോ എന്ന് പറയുമ്പോ ടെൽസമോള് തലയെല്ലാം ചൊറിഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ടോജോ വരുന്നുണ്ട്. ശാലിയുടെ മകനാണ് ടോജോ. അലീനെ കണ്ടതും അവനാകെ അന്താളിച്ച് നിൽക്കും. ഇതാരാ, ടാനി ചേച്ചിയുടെ അതേ രൂപാണല്ലോ എന്നവൻ ചിന്തിക്കും. കാരണം അലീനയും ടാനിയമോളും ഏകദേശമൊക്കെ ഒരേപോലെ ആയിരിക്കും. എന്നിട്ട് അവൻ അലീനെ നോക്കി നോക്കി ബാഗ് ഊരി വെക്കാനായിട്ട് അകത്തേക്ക് പോകാണ്. അങ്ങനെ അങ്ങോട്ട് ശാലി വരുന്നുണ്ട്. അവരെവിടെ ആക്കി ശാലി ഗേറ്റിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ പാട് പോലെ അകത്തേക്ക് കയറാന്നാണ് ശാലി കരുതിയത്. അങ്ങനെ ശാലി വരുമ്പോ റീതാമ്മ സിറ്റ് ഔട്ടിൽ ഉണ്ടാകും. ശാലിയുടെ ഭാര്യയുടെ സഹോദരിയാണ് റീതാമ്മ. ശാലിയെ കണ്ടതും ദേഷ്യത്തിൽ ഒരു പുച്ഛഭാവത്തോടെ റീതാമ്മ അങ്ങ് അകത്തേക്ക് പോകാൻ നിന്നപ്പോ ശാലി പറയുന്നുണ്ട്, നിൽക്ക്, എന്റെ മകളെയും എന്റെ അപ്പച്ചനെയും ഇവിടെ ആക്കിയിട്ട് ഞാൻ പോകുന്നേ. അവരിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാ. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ ഉപദ്രവിച്ചെന്ന് ഞാൻ എങ്ങനെ മറിഞ്ഞാൽ പിന്നെ ഞാൻ ആണാണെന്നും പെണ്ണാണെന്നൊന്നും നോക്കില്ല. ഹോ, നീ എന്തിനാ അതൊക്കെ എന്നോട് പറയുന്നേ എന്ന് റീതാമ്മ ചോദിക്കും. നിങ്ങളാണല്ലോ ഇവിടെ ഏഷ്യനയുടെ നേഴ്സറി നടത്തുന്നതെന്നൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ തന്നെ എന്റെ മക്കളെല്ലാം അലീനോട് സംസാരിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് അവകാശാണ് എന്റെ മക്കളെ വിലക്കാനായിട്ടുള്ളത്? കുളത്തൂർ പുഴയിലും ആഞ്ചലിലുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ടാണ് ഞാനിപ്പോ അപ്പച്ചനെ അലീനയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഓർത്താ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ശാലി പോകാൻ നിൽക്കുമ്പോ അലീന അങ്ങോട്ട് വരും. അലീനെ കണ്ട് റീതാം അങ്ങ് അകത്തേക്ക് പോകും. അങ്ങനെ അലീന ശാലിയോട് ചോദിക്കും, പപ്പ പോകാണോ? ഇവിടെ ഒന്ന് കയറുക പോലും ചെയ്യാതെ. ഇല്ല മോളെ, ഞാൻ പോവാണ്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പൊ തന്നെ എന്നെ വിളിച്ചോണം, ഞാൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ശാലി പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് വൈകിട്ട് ഒരു 6 മണിക്കാകുമ്പോ വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വരും. നോക്കുമ്പോ അത് ശാലിയുടെ ഭാര്യ എൽസമ്മയായിരിക്കും. എൽസമ്മ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് വന്നു. ഔദക്കുട്ടിച്ചായൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നതും ഗേറ്റിൽ വെച്ച് തന്നെ എൽസമ്മ കാണുകയുണ്ടായി. സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോ എൽസമ്മ അയാൾക്ക് നേരെ നോക്കുക പോലും ചെയ്യാതെ ഒരു കയ്യിൽ ബൈബിളും കൊന്തയും മറ്റേ കയ്യിൽ പ്ലാസ്റ്റിക് ബാഗെല്ലാം പിടിച്ച് നേരെ വീടിനുള്ളിലേക്ക് കയറിപ്പോകും. താനും അലീനയും ഇവിടെ എത്തിയ വിവരം റീതാമ്മ എൽസമ്മയെ അറിയിച്ചു കാണും എന്ന ഔദക്കുട്ടിച്ചായന് അവിടെ മനസ്സിലാകും. അങ്ങനെ എൽസമ്മ വീട്ടിനകത്തേക്ക് ചെന്നു. അലീന ഓടുമേശയ്ക്കരികിൽ നിൽപ്പുണ്ടായിരുന്നു. എൽസമ്മ അവളെ നോക്കുക പോലും ചെയ്തില്ല. ടോജോ, അവൾ ഉറക്കെ വിളിച്ചു. അവൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. അവരെങ്ങോട്ട് പോയി? ടാനിയും ടെൽസിയും റീതാമ്മ ആന്റിയുടെ വീട്ടിലേക്ക് പോയതാ മമ്മി. ചെന്ന് വിളിച്ചോണ്ട് വാ. ടോജോ പുറത്തേക്ക് ഓടി. എൽസമ്മ കയ്യിലിരുന്ന ബൈബിളും കവറുകളെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ട് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം അലീനയും പുറകെ പോയിട്ട് വാതിലിനരികിൽ ചെന്നു. എൽസമ്മ ടൈഗർ ബാമിന്റെ ഡപ്പയെടുത്ത് നെറ്റിയിലും മൂക്കിലും കഴുത്തിലെല്ലാം പുരട്ടുകയാണ്. അലീനയുടെ നേർക്കൊന്ന് നോക്കിയിട്ട് എൽസമ്മ എഴുന്നേറ്റ് വാതിലെല്ലാം ഉച്ചത്തിൽ അടയ്ക്കുന്നുണ്ട്. ടോജോ ടാനിയെയും ടെൽസയും വിളിച്ചോണ്ട് തിരിച്ചെത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ റീതാമ്മ വന്നു. അവര് കിച്ചണിൽ കയറി ലേറ്റ് ഇട്ടു. ടാനിയും ടെൽസയും ഒരുപാട് ശകാരിക്കാൻ തുടങ്ങി. രാവിലെ നീയൊക്കെ കഴിച്ച ഭക്ഷണത്തിന്റെ എച്ചിൽ പ്ലേറ്റ് പോലും കഴുകി വെക്കാൻ തോന്നിയില്ലേടി നിനക്ക്? ആ സിംഗിലൊരു ഹോട്ടലിൽ അത്രയും പാത്രങ്ങൾ കിടപ്പുണ്ടല്ലോ, നീ അതൊന്നും കണ്ടില്ലേടി? ടെൽസേ,
ഈ അടുക്കളയും ഹോളും തൂത്തു തുടയ്ക്കാനൊക്കെ നീ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ടാണോ? എല്ലാം അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നാണോ? എന്തിനും ഒരുത്തിയുണ്ടല്ലോ നിങ്ങളുടെ തള്ള. ഇവിടെ തൂപ്പുകാരുടെ സ്ഥാനത്താണല്ലോ. എടാ ടോജോ, നീ നോക്കിയാൽ ഒരു മുറി പോലും തൂക്കാൻ പറ്റില്ലേടാ. പെറ്റ് തള്ള ചത്തു കിടന്നാ പോലും ചെറുവിരൽ അനക്കരുത് എന്നൊക്കെ പറഞ്ഞ് റീത്താമ്മ കുട്ടികളെ ഒരുപാട് ശകാരിക്കുമ്പോ കുട്ടികളാരും അനങ്ങുന്നേയില്ലെന്ന് അലീന ശ്രദ്ധിച്ചു. അവർക്ക് ഇതെല്ലാം ഒരു പതിവാണെന്ന് അലീനയ്ക്ക് അവിടെ മനസ്സിലായി. അങ്ങനെ റീത്താമ്മ ദേഷ്യത്തിൽ പാഞ്ഞു വന്ന് ഊണുമേശപ്പുറത്തുള്ള പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കും പേനയും പെൻസിലും തുടങ്ങിയ കുട്ടികളുടെ ആയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും നാലുപാടും വലിച്ചെറിഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഊണുമേശയിൽ ഇതെല്ലാം കൊണ്ട് നിരത്തരുതെന്ന്. ആ കൂട്ടത്തിൽ അലീന വാങ്ങിക്കൊണ്ടുവന്ന സീഡ്സിന്റെ പാക്കറ്റുകളും വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴേക്ക് എൽസമ്മ വാതിൽ തുറന്നു വന്നു. അവരുടെ മുമ്പിൽ വെച്ച് റീത്താമ്മ കുട്ടികളെ കണക്കിന് ശകാരിച്ചു. എൽസമ്മ കിച്ചണിലേക്ക് കയറി അവിടെ ഒന്ന് ചുറ്റുപാടും നോക്കി. പിന്നെ പാത്രങ്ങളെടുത്ത് കഴുകാൻ തുടങ്ങി. ഒരു രാത്രി മുഴുവൻ കഴുകിയാലും ആ ജോലി തീരാത്ത മട്ടിൽ അത്രയും സാവധാനത്തിലാണ് എൽസമ്മ പാത്രങ്ങളെല്ലാം കഴുകുന്നത്. പാത്രം കഴുകുന്നതിനിടയിൽ എൽസമ്മയുടെ ചിന്ത മറ്റെവിടേക്ക് പോയി. തുറന്നു വെച്ച ടാപ്പിലൂടെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്ക് റീത്താമ്മ പോയി ആ ടാപ്പെല്ലാം ഓഫാക്കി. നീ ഇങ്ങോട്ട് വന്നേ, ബാക്കി ആ പിള്ളേര് കഴുകട്ടെ, അല്ലെങ്കിൽ പിന്നെ എങ്ങാനും കഴുകാം. അവർ എൽസമ്മയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോ എൽസമ്മയുടെ ആങ്ങളമാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ കുഞ്ഞ് ചോദിക്കും, എവിടെ ആ ഒരു പെട്ടവൾ എവിടെ എന്നാലും ചോദിക്കുമ്പോ റീത്തമ്മ പറയും, അകത്തുണ്ട്, കേറി വാ എന്നൊക്കെ പറയുമ്പോ അവരെല്ലാം അകത്തേക്ക് കയറും. അന്നേരം ഹോളിൽ വല്യപ്പച്ചൻ ഉണ്ടായിരിക്കും. ഔതകുട്ടിയെ കണ്ട് എൽസമ്മയുടെ സഹോദരൻ ഏലിയാസ് പറയുന്നുണ്ട്, എവിടെ ആ തേവിടിച്ച് എവിടെ? അവളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ രണ്ടിനെയും ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കും. അപ്പൊ വല്യപ്പച്ചൻ പറയും, അത്രയ്ക്ക് ധൈര്യം ഉണ്ടേൽ നീ എന്നൊന്ന് തൊട്ടു നോക്കടാ. ഇത് എന്റെ മകൻ സ്റ്റാലി ഉണ്ടാക്കിയ വീടാണ്. നിങ്ങളെ പോലെ തന്നെ ഈ വീട്ടിൽ എനിക്ക് അവകാശമുണ്ട്. എന്നെ കൊന്നിട്ടല്ലാതെ നിങ്ങൾ കലീനെ തൊടാൻ പോലും പറ്റില്ല എന്ന് വല്യപ്പച്ചൻ പറയുമ്പോ ഏലിയാസ് അച്ഛൻ കുഞ്ഞും ഔതകുട്ടിച്ചായനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കാണ്. അന്നേരം ഔതകുട്ടിച്ചായനാവട്ടെ തന്റെ അരയിലുള്ള കത്തി എടുത്തുകൊണ്ട് അവർക്ക് നേരെ നീട്ടി. എന്നിട്ട് അയാൾ പറയും, ചോണയുള്ള തന്തയ്ക്ക് പിറന്നവന്മാരാണെങ്കിൽ എന്നൊന്ന് തൊട്ടു നോക്കടാ എന്ന് പറഞ്ഞ് വല്യപ്പച്ചന്റെ കയ്യിലെ കത്തിയെല്ലാം കാണുമ്പോ അച്ഛൻ കുഞ്ഞ് ഏലിയാസും അവിടെ ഒന്ന് പേടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അലീന ഔതകുട്ടിയോട് ചോദിക്കും, എന്തിനാ വല്യപ്പച്ച കാത്തിയും തോക്കൊക്കെ? അത് എന്തിനെങ്കിലൊക്കെ പരിഹാരാണോ? അതേടി മോളെ, അത് തന്നെയാണ് ഇതിനൊരു പരിഹാരമുള്ളത്. ഇവന്മാര് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും പോലും. ഹാ, അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ വല്യപ്പച്ച. അവരെ തടയണ്ട, അവർക്ക് പറയാനുള്ളത് പറയട്ടെ, ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ഇത് അവരുടെ പെങ്ങളും മക്കളും താമസിക്കുന്ന വീടല്ലേ, ചോദിക്കാനും പറയാനൊക്കെ അവർക്ക് അധികാരമുണ്ട് വല്യപ്പച്ച എന്ന് അലീന വളരെ ശാന്തമായിട്ട് അവിടെ പറഞ്ഞു. ഇത് കേട്ടപ്പോ അച്ഛൻ കുഞ്ഞ് ഏലിയാസും അവിടെ ഒന്ന് ഒതുങ്ങി. എന്റെ പപ്പയുടെ പ്രായാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അലീന അച്ഛൻ കുഞ്ഞിനെയും ഏലിയാസിനെയും മൈക്കിളിനെ എല്ലാം മാറി മാറി നോക്കി. നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞാ മതി. അപ്പോൾ ഏലിയാസ് പറയും, നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. അതിനെന്താ, ഞാൻ പോയിക്കോളാം. ഞാൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല, ഇവിടെ നിന്ന് എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകാനും വന്നതല്ല. അപ്പൊ റീതാമ്മ ചോദിക്കും, പിന്നെ നീ എന്തിനാടി ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് റീതാമ്മ ചോദിക്കുമ്പോ അലീന പറയുന്നുണ്ട്, ബന്ധങ്ങളുടെ വില അറിയാവുന്നത് കൊണ്ടാ. എന്റെ പപ്പയുടെ ഭാര്യ മക്കളാണല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത്. കുറെ കാലമായിട്ട് അവര് തമ്മിൽ അകന്ന് ജീവിക്കുകയാണെന്ന് എനിക്കറിയാം. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ശ്രമിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹോ, അതാണോടി നിന്റെ ഉദ്ദേശം? അവരെ തമ്മിൽ ഒന്നിപ്പിക്കാഞ്ഞിട്ട് നിനക്ക് എന്തിന്റെ സൂക്കേടാടി? ഒന്നിപ്പിച്ചു കൊടുത്താ നിനക്ക് വല്ല കമ്മീഷനും കിട്ടോ? എൽസമാന്റെയും പപ്പയും അവരുടെ മക്കളും അവരെല്ലാം ഒന്നിച്ചു ജീവിക്കുന്നത് കണ്ടാ മതി എനിക്ക്. അതാണ് ഈ ബിസിനസ്സിൽ എനിക്ക് കിട്ടുന്ന ഓരോരോ ലാഭം. എനിക്ക് അത് മതി. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥത ചമയൻ എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? നീ ആരാ? എവിടുന്ന് വന്നവളാ? നിന്റെ അഡ്രസ് എന്താ? റീതാമ്മ പരിഹസിച്ചു. ആരുമല്ല റീതാമാന്റി, ഞാൻ മറ്റുള്ളവർ ദാനം ചെയ്ത അന്നവും ഡ്രസ്സെല്ലാം ധരിച്ച 23 വർഷക്കാലം ഞാൻ ജീവിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്കൊരു അഡ്രസ് ഉണ്ട്, കൊട്ടാരമറ്റത്ത്. സ്റ്റാലി ജോസഫിന്റെ മകളാണ് ഞാൻ. എന്തുണ്ടേടി തെളിവ്? ഇനിയിപ്പൊ തെളിയിച്ചാലും ഈ നിൽക്കുന്ന കുട്ടികളുടെ ഏഴയലത്ത് പോലും നീ വരില്ല. ഇവര് ലോകം അംഗീകരിച്ച ഒരപ്പനും അമ്മയ്ക്ക് ജനിച്ച കുട്ടികളാ. നീയോ? ഇവര് ജനിച്ചപ്പോഴേ ഇവർക്ക് അപ്പനും അമ്മയ്ക്കുണ്ട്. ഇന്നലെ അല്ലേടി നീ സ്റ്റാലിയുടെ മകളായത്. അതിനു മുമ്പ് നീ ആരായിരുന്നു? അപ്പനും അമ്മയും ഉണ്ടാകുന്നതിന് മുമ്പ് സ്റ്റാലി ജോസഫിന്റെ മകളായിട്ട് ജനിച്ചവളാ ഞാൻ. ഇന്നലെ വരെ നിങ്ങളോ ഞാനോ ആ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല. അത് എന്റെ കുറ്റം കൊണ്ടല്ല. ഹോഹോ, അങ്ങനെയാണോടി? നീ സ്റ്റാലി ജോസഫിന്റെ മകളാണെങ്കിൽ നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ? സ്കൂൾ സർട്ടിഫിക്കറ്റിലും അപ്പന്റെ പേരിന്റെ കോളത്തിൽ ആരുടെ പേരാടി ഉള്ളത്? റീതാമാന്റി.
എന്റെ സർട്ടിഫിക്കറ്റിൽ ആ പേരില്ല. വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ കോള അവിടെ പൂരിപ്പിച്ച് കിടക്കുന്നത്. അതുകൊണ്ടുള്ള ലാഭമൊന്നും എനിക്ക് വേണ്ട. ഞാനിപ്പോ ഇവിടെ വന്നത് എന്റെ പപ്പയെയും ഈ ആന്റിയെയും മക്കളെയെല്ലാം ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രാണ് എന്ന് അലീന പറയുമ്പോ, അതൊക്കെ വേണ്ടതുപോലെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ടെടി. അപ്പോൾ അലീന ചോദിക്കും, എന്റെ പപ്പയെയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും ഒത്തുചേർക്കുന്നതിൽ റീതാമാൻഡിക്ക് വല്ല എതിർപ്പുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോ റീതാം ഒന്ന് പരുങ്ങുന്നുണ്ട്. എനിക്കെന്ത് എതിർപ്പ്? എനിക്കൊരു എതിർപ്പുമില്ല. ഹോ, അങ്ങനെയാണോ റീതാമാൻഡി? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന മറ്റാർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ആ നിമിഷം തന്നെ ഞാനിവിടുന്ന് പോയിക്കോളാം. അലീന ഏലിയാസിനെയും അച്ഛൻ കുഞ്ഞിനെയും സേവിച്ചനെയൊക്കെ ഒന്ന് നോക്കി. ആർക്കും എതിർപ്പില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം. 2 ദിവസം എനിക്ക് തരണം. എൽസമാൻഡിയോടും മക്കളോടൊക്കെ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയാ. വേറൊന്നും എനിക്ക് വേണ്ട. 2 ദിവസം കഴിയുമ്പോ വന്നതുപോലെ തന്നെ ഞാൻ തിരിച്ചു പോയിക്കോളാം. എന്റെ പപ്പയുടെ സ്ഥാനത്താണ് നിങ്ങൾ 5 പേരും. നിങ്ങൾക്കുമുണ്ടല്ലോ പെൺമക്കൾ. എനിക്ക് 2 ദിവസം തന്നാ മതി. നാളെ മറ്റന്നാളോ ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോ എൽസമ്മയുടെ ആങ്ങളമാരൊക്കെ പരസ്പരം മുഖാമുഖം നോക്കി. എന്ത് വേണമെന്ന് കണ്ണുകൾ കൊണ്ട് അവർ അന്വേഷിച്ചു. ഓരോരുത്തരായിട്ട് സീറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒടുക്കം അവരെല്ലാം ചേർന്ന് അലീനയുടെ ഒരു ഡിമാൻഡ് അവിടെ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ റീതാമ്മയ്ക്ക് ആവട്ടെ അങ്ങ് തീരെ പിടിക്കുന്നില്ല. കാരണം അലീനയുടെ വായിൽ നിന്നും റീതാമ്മയുടെ പല കള്ളത്തരങ്ങളും പൊളിയുമോ എന്ന നല്ല പേടിയിലായിരിക്കും റീതാമ്മ ഉണ്ടാവുക. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ എൽസമ്മ തിരിച്ചെത്തി. ടാനിയമോളെയും ടെൽസമോളെയും ടോജയെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 3 പേരും ചെന്ന് അത്താഴം കഴിച്ചിട്ട് വാ. ഇന്ന് എൽസമാൻഡിയുടെ വീട്ടിലാണ് അത്താഴം ഉള്ളത് എന്ന് എൽസമ്മ പതിയെ പറഞ്ഞു. മമ്മി എന്താ പതുക്കെ പറയുന്നേ? ഉറക്കെ പറ, ഞാൻ കേട്ടില്ല. ടെൽസ ഒച്ച വെച്ചു. മിണ്ടാതിരിയടി, ടാനിയെ ശകാരിച്ചു. അത്താഴം ഇന്ന് ആന്റിയുടെ വീട്ടിലാണെന്നാ മമ്മി പറഞ്ഞേ. നമ്മളിനി അവിടെ പോയിട്ട് ചോറുണ്ടണോ? ടെൽസമോള് ശബ്ദമുയർത്തി. എൽസമ്മയാവട്ടെ കൈകൊണ്ട് അവളുടെ വായ പൊത്തി. ടോജയുടെയും ടാനിയുടെയും കൂടെ ടെൽസമോളും റീതാമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ ടെൽസ അലീനയോട് പറയുന്നുണ്ട്, ഞങ്ങള് ചോറുണ്ണാൻ പോകുക റീതാമാന്റിയുടെ വീട്ടിലാ ഇന്നത്തെ അത്താഴം. ഇത് കേട്ടതോടെ ടാനിയുടെ മുഖം ഒന്ന് അവിടെ വിളറി. അലീന ടെൽസയെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. ചേച്ചിക്കും വല്യപ്പച്ചനും ചോറ് കൊണ്ടുവരണോ? വേണ്ട, അലീന പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോ അവധുകുട്ടിച്ചാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വല്ല ഫലം ഉണ്ടോ മോളെ? നോക്കാം വല്യപ്പച്ച. ജയിക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കും, തോൽവിയാണെങ്കിൽ നമ്മൾ അതും സ്വീകരിക്കണം എന്നൊക്കെ അലീന പറയും. അങ്ങനെ ടാനിയയും ടെൽസമോളും ടോജോമോനും ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ചു വന്നു. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. വന്ന ഉടനെ തന്നെ 3 പേരും കിടക്കാൻ ഒരുങ്ങി. അലീന മുറിയിലേക്ക് ചെന്നു. ബെഡ്ഷീറ്റ് വിരിക്കുകയോ വസ്ത്രങ്ങളൊന്നും മാറ്റുകയോ ചെയ്യാതെ അവനങ്ങ് കിടന്നു. നിങ്ങൾക്ക് പഠിക്കാനൊന്നില്ല മക്കളെ? അലീന ചോദിച്ചു. നാളെ ശനിയാഴ്ച ചേച്ചി, ടെൽസമോള് സന്തോഷത്തോടെ പറഞ്ഞു. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 8ലാ ചേച്ചി. ഞാൻ തോറ്റുപോയതാ. എനിക്ക് ബുദ്ധിയില്ല, ഒന്നും പഠിക്കത്തില്ല. റീതാമാന്റെ എപ്പോഴും പറയും ഞാൻ പൊട്ടത്തിയാണെന്ന്. ടെൽസമോള് യാതൊരു മടി കൂടാതെ പറഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോ അലീനയുടെ ഹൃദയം നൊന്തു. ബുദ്ധിയിലും പഠിപ്പിലും അല്പം പിന്നോക്കാണെങ്കിലും മോള് മിടുക്കിയാണ് എന്നവള് ചിന്തിക്കും. അങ്ങനെ പിന്നീട് ടോജോ മോനോട് ചോദിക്കുന്നുണ്ട്, ടോജോ നീ ഏത് ക്ലാസ്സിലാ? അവൻ 8ലാ, ടെൽസ പറഞ്ഞു. ടാനിയ, അലീന വിളിച്ചു. ടാനിയ അലീനയ്ക്ക് നേരെ നോക്കുക പോലും ചെയ്തില്ല. അലീന ടാനിയയുടെ കട്ടിലിൽ ചെന്നിരുന്നു. എന്റെ ബെഡിൽ ഇരിക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല. ടാനിയ മുഖത്തടിച്ച പോലെ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പോയിക്കോളാം മോളെ. പക്ഷെ വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. അതിന് നിങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ അതിഥികളായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാനായിട്ട്. ക്ഷണിക്കാതെ അതിഥികൾ വരും മോളെ. അവരോട് മാന്യമായിട്ട് നമ്മൾ പെരുമാറണം. നിങ്ങൾ റീതാമാന്റിയുടെ വീട്ടിൽ പോയിട്ട് അത്താഴം കഴിച്ചു, എന്നെ നോക്കണ്ട. പക്ഷെ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ. നിങ്ങളുടെ കൂടെ വല്യപ്പച്ചനല്ലേ. ഈ രാത്രി ഇനി എവിടെന്ന് കിട്ടും ആഹാരം? പട്ടിണി കിടക്കേണ്ടേ പ്രായമുള്ള ആളല്ലേ മോളെ. പട്ടിണി കിടക്കണമെങ്കിൽ അങ്ങ് കിടക്കാൻ പറ. ഇവിടെ ആഹാരം ഉണ്ടാക്കില്ല, അതുകൊണ്ടാ ഞങ്ങൾ കൊടുക്കാത്തെ. ടാനിയ ദേഷ്യത്തിൽ പറഞ്ഞു. വീട്ടിൽ വന്ന അതിഥികളോട് ഭക്ഷണം ഉണ്ടാക്കില്ല പറയാൻ പറ്റും മോളെ? അതും പോരാഞ്ഞിട്ട് നിങ്ങൾ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അത് ശരിയാണോ? റീതാമാന്റിയോട് നിങ്ങൾ പറയണായിരുന്നു വല്യപ്പച്ചനും കൂടി ഭക്ഷണം കൊടുക്കണമെന്ന്. ഞാൻ എന്തിനാ എനിക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നേ? എന്തുകൊണ്ട് മക്കൾക്ക് വല്യപ്പച്ചന് ഇഷ്ടമല്ല? എനിക്കറിയില്ല, അവള് വെറുപ്പോടെ പറഞ്ഞു. അത് ബുദ്ധിയുള്ള പെൺകുട്ടിയുടെ മറുപടി അല്ലല്ലോ. വല്യപ്പച്ചൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് അലിന് ചോദിക്കുമ്പോ ടാനിയ പറയും, മമ്മിക്ക് റീതാമാന്റിക്കും അവരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടമല്ല. മോള് പഠിപ്പുള്ള കുട്ടിയല്ലേ. പിന്നെ ഞങ്ങൾ എങ്ങനെ പറയണം? ഞങ്ങളുടെ പപ്പയ്ക്ക് ഞങ്ങളെ ഇഷ്ടമല്ല. പപ്പയ്ക്ക് അവിടുത്തെ
പട്ടികളോടാണ് കൂറു സ്നേഹമൊക്കെ. ആര് പറഞ്ഞു മോളെ പാപ്പയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന്? നിങ്ങളെ പഠിപ്പിക്കാനുള്ള പൈസ മുടക്കുന്നതും നിങ്ങൾക്ക് ആഹാരവും വസ്ത്രങ്ങളും മരുന്നും മറ്റു സൗകര്യങ്ങളെല്ലാം തരുന്നത് പാപ്പയല്ലേ? പാപ്പ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും കുറച്ചധികം ക്യാഷ് അയക്കുന്നുണ്ടല്ലോ. അലീന പറഞ്ഞു. ഇത് കേട്ടതും ടാനിയ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ആര് പറഞ്ഞു ഇതെല്ലാം പാപ്പയാണ് ചെയ്യുന്നതെന്ന്? റീതാമാന്റിയും അങ്കിളുമാരും കൂടി ചേർന്ന ഞങ്ങളെല്ലാം നോക്കുന്നത്. ഈ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ മൊത്തം വാങ്ങി തരുന്നത് റീതാമാന്റിയാണ്. പാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വല്ലപ്പോഴും റീതാമാന്റി ചെന്ന് വഴക്കുണ്ടാക്കുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കും. പാപ്പ മറ്റു വല്ലവർക്കാണെങ്കിൽ വാരിക്കോരി കൊടുത്തേനെ. ഞങ്ങൾക്ക് പാപ്പ ഒന്നും തന്നെ തന്നിട്ടില്ല. ടാനിയ പറഞ്ഞു. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കാത്തത് കൊണ്ടാ പാപ്പ പട്ടികളെ സ്നേഹിക്കുന്നത്. കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നിടത്തേക്കല്ലേ നമ്മളെല്ലാരും പോവുകയുള്ളൂ. പപ്പ എനിക്ക് ചെയ്തു തന്ന സൗകര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാ. പക്ഷെ അതിനൊരു കാരണമുണ്ട്. ജനിച്ചപ്പോ മുതൽ 23 വർഷക്കാലം സ്വന്തം മകൾ ഓർഫനേജിൽ അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നതിലുള്ള സങ്കടമൊക്കെ പാപ്പയുടെ ഉള്ളിലുണ്ട്. എങ്ങനെ ആ കടം വീട്ടണമെന്ന് പാപ്പയ്ക്ക് അറിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് മോളെ. ഞാൻ സ്നേഹം കൊടുത്തിട്ടാ പാപ്പ എനിക്ക് തിരിച്ചും സ്നേഹം തരുന്നത്. അത്രയ്ക്ക് വലിയൊരു സ്ഥാനം എന്റെ മനസ്സിൽ പാപ്പയ്ക്ക് ഉള്ളത് കൊണ്ടാ പാപ്പയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉള്ളത്. പക്ഷെ നിങ്ങളോ മമ്മിയെ റീതാമാന്റെയും മാതൃകയാക്കിക്കൊണ്ട് പാപ്പയെ സ്നേഹിക്കാതിരുന്നു. പാപ്പയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും സ്നേഹമുണ്ട്. അത് കാണാൻ കണ്ണില്ലാത്തത് അത് നിങ്ങളുടെ കുഴപ്പമാണ് മക്കളെ. ചില തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കുത്തിവെക്കുന്നത് പാപ്പയുടെ സ്നേഹം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനാണ് അവരുടെ എല്ലാം ശ്രമം. ഈ വീട് വെക്കാനുള്ള പണം മുടക്കിയത് അത് പപ്പയാണ്. ഈ സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്തതും അതും പപ്പയാണ്. ഓരോ മാസവും 30,000-ൽ കുറഞ്ഞ് ഒരു തുക പോലും പപ്പ എൽസമാൻഡിക്ക് നിങ്ങളുടെ ചെലവിന് വേണ്ടി കൊടുക്കാതിരുന്നിട്ടില്ല. ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും നിങ്ങൾക്ക് പപ്പയോട് ഇഷ്ടമില്ല, സ്നേഹമില്ല, ബഹുമാനമില്ല. നിങ്ങളുടെ മനസ്സിൽ പാപ്പയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല. വീണ്ടും വീണ്ടും ഇങ്ങോട്ടൊന്നും തരുന്നില്ലെന്നാ നിങ്ങളുടെ എല്ലാം പരാതി. ഈ പപ്പയെന്ന് പറയുന്ന മനുഷ്യൻ അത് കരിങ്കല്ലൊന്നല്ല മക്കളെ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. അതൊരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ തന്നെ. അതിനും കൊടുക്കണം കുറച്ച് സ്നേഹവും ബഹുമാനവും വാത്സല്യൊക്കെ എന്നൊക്കെ അലീന പറയുമ്പോ ടാനിയക്ക് മറുപടി ഇല്ല. അവള് മുഖം താത്തി അലീനയ്ക്ക് മുമ്പിൽ നിൽക്കാണ്. അന്നേരം അങ്ങോട്ട് എൽസമ്മ വരും. നിനക്ക് രാവിലെ ട്യൂഷന് പോകേണ്ടതല്ലേ, നിങ്ങൾ ഉറങ്ങിയില്ലേ? ടാനിയ അലീനയ്ക്ക് നേരെ ഒന്ന് പാളിച്ചു നോക്കിയ ശേഷം അവരുടൻ കിടന്നു. കുട്ടികൾക്ക് ഉറങ്ങണം, പഠിക്കുന്ന കുട്ടികളാ, ശല്യപ്പെടുത്തരുത്. ആരോടെന്നില്ലാതെ എൽസമ്മ പറഞ്ഞു. എൽസമ്മ മുറിയിലേക്ക് പോയി. അലീനയെ മുറി വിട്ടിറങ്ങി അവരൊച്ചയോടെ വാതിലടച്ചു. ഹാളിൽ TV കണ്ടിരിക്കുന്ന ടോജോയോട് പറഞ്ഞു. ടോജോ, മതി TV കണ്ടത്. വല്യപ്പച്ചൻ ഇന്ന് നിന്റെ മുറിയിലാ കിടക്കുന്നത്. നീ ഇന്ന് എന്റെ മുറിയിലോട്ട് വാ. ടോജോ TV ഓഫാക്കി എൽസമ്മയുടെ കൂടെ എൽസമ്മയുടെ റൂമിലേക്ക് പോയി. അങ്ങനെ പിന്നീട് രാവിലേക്ക് ആയപ്പോ അലീനയുടെ ഫോണിലേക്ക് ശാലി വിളിക്കും. ഹലോ പാപ്പ. ആ പറ അലീന, നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല പാപ്പ, ഞങ്ങൾ ഓർത്ത് പാപ്പ പേടിക്കണ്ട. ഞാനും വല്യപ്പച്ചനും ഇവിടെ സേഫാണ്. ഇവിടെ ആരും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പാപ്പ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ അലീന പറയുമ്പോ ശാലി ചോദിക്കും, എന്തായാലും ഞാൻ ഇന്ന് അങ്ങോട്ട് വരണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ. അയ്യോ പാപ്പ, ഇന്നൊരു ദിവസം കൂടി എനിക്കിവിടെ നിന്നേ പറ്റൂ. ഇവിടെ എനിക്ക് ഒരാളോട് കൂടി സംസാരിക്കാനുണ്ട്. അതിന് എനിക്ക് കുറച്ച് സമയം വേണം. ഇന്നൊരു ദിവസം കൂടി ഞാൻ ഇവിടെ നിന്നോട്ടെ പാപ്പ എന്നൊക്കെ പറഞ്ഞ് ആലീന സ്റ്റാലിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോ സ്റ്റാലി പറയും, ഇന്നൊരു ദിവസം കൂടി അവിടെ നിന്നോ, നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാലിയുടെ ഫോൺ വെക്കും. അങ്ങനെ സ്റ്റാലി ഫോണൊക്കെ വെച്ച ശേഷം ആലീന എൽസമ്മയോട് സംസാരിക്കാനായിട്ട് അവരുടെ റൂമിലേക്ക് പോകും. അന്നേരം എൽസമ്മ ടോജമോന്റെ അടുത്തും ടെൽസമോളുടെ അടുത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, മമ്മിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? പപ്പയുടെ മകളെന്ന് പറഞ്ഞു വന്ന ആ അലീന, അവള് പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും റീതാമാന്റി പറഞ്ഞിട്ടില്ലേ? അവൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ പപ്പയെ വെളുപ്പിക്കാനാണ്. നിങ്ങൾ ഒരിക്കലും അതില് വീഴരുത്. മമ്മി ഇപ്പൊ ജീവിക്കുന്നത് പോലും അത് നിങ്ങൾക്ക് വേണ്ടിയാ എന്നൊക്കെ പറയുമ്പോ അലീന അങ്ങോട്ട് വരും. അലീനെ കണ്ടതും എൽസം അങ്ങ് മുഖം തിരിക്കും. അന്നേരം അലീന പറയും, ആന്റി, എനിക്ക് കുറച്ച് സംസാരിക്കണം. വേണ്ട, എനിക്ക് നിന്നെ കാണുന്നത് പോലും വെറുപ്പാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് എൽസമ്മ പറയുമ്പോ അലീന പറയും, ഇല്ല ആന്റി, എനിക്ക് ആന്റിയോട് സംസാരിച്ചേ പറ്റൂ. ഞാൻ ആന്റിയെ എന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നേ. ആ ഒരു സ്നേഹം വെച്ച് ഞാൻ ചോദിക്കുക, ഇവരുടെ പപ്പയിൽ നിന്ന് അകറ്റി മാറ്റിയാൽ ആന്റിക്ക് എന്ത് ലാഭം കിട്ടും? എന്തേലും നേട്ടമുണ്ടോ? ഈ കുട്ടികളുടെ ഭാവിയെ കുറിച്ചെങ്കിലും ആന്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നവള് ചോദിക്കുമ്പോ എൽസമ്മ ഒരു പുച്ഛവാത്തോടെ നിൽക്കും. പപ്പ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൽസമ്മ ആന്റി പപ്പയെ ഇത്ര കണ്ട് വെറുക്കുന്നേ?
ഞാൻ മനസ്സിലാക്കിയിടത്തോളം പപ്പയുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, മക്കളോട് വാത്സല്യമുണ്ട്. പക്ഷെ പ്രശ്നമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാ. അതേടി, സ്റ്റാലി എന്ന എന്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പാണ്, അങ്ങേറ്റ ദേഷ്യാണ്. അങ്ങേര് എന്നോട് കുറച്ചൊന്നല്ല കാണിച്ചു കൂട്ടിയത്. ഇതെല്ലാം മറക്കാൻ വേണ്ടിയാ ഞാൻ ഓരോ ദിവസം പള്ളിയിൽ പോകുന്നതും ധ്യാനത്തിന് പോകുന്നതെല്ലാം. അപ്പോൾ അലീന ചോദിക്കും, എന്ത് തെറ്റാ ആന്റി, എന്ത് തെറ്റാ പപ്പ ആന്റിയോട് ചെയ്തത്? തെറ്റോ? തെറ്റേ അയാൾ ചെയ്തിട്ടുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അതിപ്പോ നീയല്ലേടി. നിന്നെ പോലെ ഒരു പിഴച്ച മകൾ അയാൾക്ക് എങ്ങനെ ഉണ്ടായി? അയാള് ചതിയനാണ്, വഞ്ചകനാണ്. അതിനാന്റി, ഞാൻ പപ്പയുടെ മകളാണെന്ന് സത്യം അത് ഇപ്പോഴല്ലേ അറിഞ്ഞത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ ജീവിക്കുന്നേ? അതിനൊരു കാരണമില്ല ആന്റി എന്ന് അലീന ചോദിക്കുമ്പോ എൽസമ്മ പറയും, അതേടി, 1000 കാരണങ്ങളുണ്ട്. അയാൾക്ക് അയാളുടെ ഇഷ്ടങ്ങളായിരുന്നു വലുത്. അയാൾക്ക് ഇഷ്ടമുള്ളപ്പോ കുടിക്കണം, അയാൾക്ക് ഇഷ്ടമുള്ളപ്പോ ഭക്ഷണം കഴിക്കണം. എന്റെ സമയത്തിന് ഒരു വിലയില്ല. തോന്നുമ്പോ വീട്ടിൽ പോകും, തോന്നുമ്പോ കേറി വരും. ഞാൻ ആരാ? അയാളുടെ വീട് നോക്കുന്ന ആളോ, അതോ മക്കളെ പ്രസവിക്കാൻ വാടകയ്ക്ക് എടുത്തവളോ? എന്റെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വിലയില്ലായിരുന്നു. ആ റബ്ബർ തോട്ടം വാങ്ങാൻ പോയപ്പോ ഞാൻ ഒരുപാട് പറഞ്ഞതാ അത് വേണ്ടെന്ന്. ആര് കേക്കാൻ? അയാൾക്ക് തനിയെ സുഖിച്ച് താമസിക്കണം, അവിടുത്തെ ആ രൂപ കൊണ്ട് ഇവിടെ ഒരു സ്ഥലം വാങ്ങാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. എന്റെ വാക്കിന് എന്ത് വില? തറവാട്ട് സ്വത്ത് വീതം വെച്ചപ്പോ അപ്പച്ചനും അനിയന്മാരും കൂടി ചേർന്ന് പറ്റിച്ചു. കിട്ടാനുള്ള ഓഹരി കണക്ക് പറഞ്ഞു വാങ്ങണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അയാൾക്കത് വേണ്ടെന്ന്. ഞാൻ അപ്പോൾ ഒരു ആർത്തിക്കാരിയായി. തറവാട്ടിൽ ചെല്ലുമ്പോ ആ തള്ളയും മക്കളും എന്നോട് പെരുമാറിയിട്ടുള്ളത് അതൊന്നും ഞാൻ ഒരിക്കലും മറന്നു പോകില്ല. ആര്? ചിന്നമ്മയോ? അലീന വിസ്മയത്തോട് ചോദിച്ചു. അതേടി, ചിന്നമ്മ തന്നെ. എന്റെ കുഞ്ഞുങ്ങളോട് മാത്രം ആ തള്ളയ്ക്ക് പുച്ഛം. ഒരു ബിസ്ക്കറ്റ് പോലും എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ആ തള്ളയ്ക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഇഷ്ടല്ല. മറ്റു കുഞ്ഞുങ്ങളെ കൂട്ടാൻ ആ തള്ളയ്ക്ക് ഭയങ്കര ഉത്സാഹാണ്. ഒരു കട്ടൻ കാപ്പി എടുത്തു പോലും ആ തള്ള എനിക്ക് തന്നിട്ടില്ല. ആ തള്ള ചാകുന്നത് വരെ ഞാനൊരു തെണ്ടിക്കാരി വന്നവളാ. എന്റെ അപ്പനുണ്ടല്ലോ, നല്ല ഒന്നാം തരം സ്ത്രീധനം തന്നിട്ടാ എന്നെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ഞാൻ ആ തള്ളയുടെ കുറ്റം വലുതും പറഞ്ഞ അയാൾക്ക് പിന്നെ തൊട്ടതിനും പിടിച്ചതിനെല്ലാം ദേഷ്യം. ആ നീജന്റെ ചരിത്രം മൊത്തം റീതാമേച്ചിക്ക് അറിയാം. ഞാനിപ്പോ എല്ലാം മറന്നു, ദൈവത്തോട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ എൽസമ്മ പറയും. ഇതെല്ലാം കേൾക്കുമ്പോ അലീനയുടെ കണ്ണുകളിൽ എൽസമ്മയോട് ഒരു സഹതാപമൊക്കെ തോന്നി. ആ നേരം അലീന പറയും, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ആന്റി. പാപ്പയ്ക്ക് നിങ്ങളോടൊക്കെ ഇപ്പോഴും സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാ മാസത്തിലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണൊക്കെ പാപ്പ റീതാമാന്റിക്ക് അയച്ചു കൊടുക്കുന്നത്. എന്ത് പണം? എന്ത് പണാടി അങ്ങേര് തരുന്നത്? കുറച്ച് നക്കാപ്പിച്ചയോ? അതാണോടി പണം? വല്ലപ്പോഴും അയാൾ കുറച്ച് നക്കാപ്പിച്ച റീതാമ്മ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. ഇതാണോടി അയാളുടെ സ്നേഹം എന്ന് എലിസമ്മ ചോദിച്ചു. ഇത് കേട്ടപ്പോ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. തന്റെ പപ്പയെയും എലിസമ്മാന്റെയും വേർപിരിച്ചത് അത് റീതാമാന്റിയാണെന്ന്. കാരണം എല്ലാ മാസവും 30,000 രൂപ വെച്ച് മക്കൾക്കും എൽസമാന്റിക്കും വേണ്ടി പാപ്പ റീതാമാന്റിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ റീതാമാന്റി ആ പൈസയിൽ അടിച്ചു മാറ്റി ഒന്നും തരുന്നില്ലെന്ന രീതിക്ക് ഇവരെല്ലാം ധരിപ്പിച്ചു വച്ചിരിക്കുക. റീതാമ്മ എന്ന പേരും കള്ളിയുടെ മുഖംമൂടി വലിച്ചു കീറണം എന്നൊക്കെ ചിന്തിച്ച് അലീന അവിടെ അങ്ങനെ നിൽക്കും. അങ്ങനെ അലീന എൽസമ്മയോട് പറയും, എൽസമാന്റി, ആന്റിയുടെ കണക്കുകളെല്ലാം തെറ്റി. ശരിയായ കണക്കും കള്ളക്കണക്കും പറഞ്ഞ് നിങ്ങളെ വിഡ്ഢിയാക്കിയവരെ പുറത്തു കൊണ്ടുവരണം. നിങ്ങളെ വിഡ്ഢിയാക്കിയവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ആന്റി കുളത്തൂർപ്പുഴ വരണം. പാപ്പ തന്നെ എല്ലാ കണക്കുകളും അവിടെ കുറിച്ചു വച്ചിട്ടുണ്ട്. ഇല്ല, എന്റെ ചേച്ചി ഒരിക്കലും എന്നോട് നുണ പറയില്ല. ഞാനും എന്റെ മക്കളും പെരുവഴിയിലാവാതിരുന്നത് അതെന്റെ റീതാമ്മ ചേച്ചി കാരണാണ്. നീ ഇനി കൂടുതലൊന്നും അയാളെ വെളുപ്പിക്കാൻ നിക്കണ്ടേടി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി എനിക്ക് നിന്നോട് സംസാരിക്കണ്ടെന്ന്. പോ എന്റെ മുന്നിൽ നിന്ന്. ഞാൻ പോയിക്കോളാം ആന്റി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പരസ്പരം ബഹുമാനം ഇല്ലെന്നുള്ളതാ. വീട്ടിൽ വരുന്ന അതിഥികളോട് ബഹുമാനമില്ല. വല്യപ്പച്ചനോട് നിങ്ങൾ പെരുമാറിയ രീതി ഞാൻ കണ്ടതല്ലേ. താഴെയും ഒരു പ്രായം ചെന്ന സ്ത്രീയെ കണ്ടു, റീതാമാരിയുടെ ഭർത്താവിന്റെ അമ്മ. അവരോട് നിങ്ങളുടെ ചേച്ചിയും അവരുടെ മക്കളെല്ലാം പെരുമാറിയത് ഞാൻ കണ്ടു എന്നും പറഞ്ഞ് അലീന തിരിച്ചു പോകാൻ ഭാവിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവള് തിരിഞ്ഞു നിന്നു. ഒരു കാര്യം കൂടി പറയാം. പാപ്പയുടെ കുറ്റങ്ങൾ ഊതി പെരുപ്പിച്ചുണ്ടാക്കിയ ഒരു തടവറയിൽ കിടക്കുകയാ നിങ്ങൾ അമ്മയും മക്കളും. നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് റീതാമാന്റിക്ക് പല ലാഭങ്ങളും കാണും. അതുകൊണ്ടാ അവർ ഈ തടവറ പൊളിക്കാൻ കൂട്ടു നിൽക്കാത്തത്. ഇതിന്ന് നിങ്ങൾ എന്ന് പുറത്തു കടക്കുന്നുവോ അന്ന് നിങ്ങൾ സത്യങ്ങളെല്ലാം തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞു പോകുന്ന അലീനെ കാണിച്ചോണ്ടാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും റീതാമ്മയുടെ കള്ളത്തരങ്ങൾ ആലീന തന്നെ കൈയോടെ പോക്കുന്നുണ്ട്. വരാനിരിക്കുന്നത് അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.